അപ്പൊ നാളെ കാണാം. നിന്നെ എനിക്ക് കാണാൻ കള്ള പന്നി. നിന്റെ ഒറ്റ നിർബന്ധം കൊണ്ടാ ഞാൻ ഈ തല്ലിപ്പൊളി സിനിമയ്ക്ക് വന്ന്. 50 ഉറുപ്പിയും പോയി ഉറക്കും പോയി. നാളെ കാലത്ത് പണിക്ക് പോണതാ. എടാ ഞാൻ പോടാ വാടാ, അവനൊന്നും കലാബോധം ഇല്ലെന്നേ. നിക്ക് ആരാത്? ഈ പാതിരാത്രിയിൽ ഇതാരാ? കുമാരേട്ടന്റെ വിട്ടുമുറ്റത്ത്. ഒരു കാര്യം ചെയ്, ഗംഗനും രവി അധികം ദൂരത്തെത്തി കാണില്ല, പെട്ടെന്ന് വിളിച്ചോണ്ടോ. എന്തായി? ഒരു പിടിയും കിട്ടുന്നില്ല. അയാളിപ്പോ സഞ്ചിന്നൊരു പൊതിയെടുത്ത് നിലത്ത് വെച്ചു. ആലോചിച്ചൊന്നും കാര്യമില്ല. ഇവൻ അങ്ങനെ അയ്യോ, എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത്. പാർട്ടി ചർച്ച ചെയ്യാനും നടപടിയെടുക്കാനും മാത്രം ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം ഉണ്ടായേ? 2 ചെമ്പ് തകിടും ഒരു കോഴിത്തലയും എന്റെ മുറ്റത്ത് കുഴിച്ചിട്ടാ എനിക്കെന്ത് സംഭവിക്കാനാ? കുമാരേട്ട, ഇതത്ര നിസ്സാരമായി കാണരുത്. രാഘവൻ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ശത്രു സംഹാര പൂജയാണ് ചെയ്തിരിക്കുന്നത് കുമാരേട്ടനെ കൊല്ലാൻ. പാർട്ടിക്ക് ഈ ശത്രു സംഹാര പൂജയിലൊക്കെ വിശ്വാസം ഉണ്ടോ സുശീല? എടോ, ഈ കാര്യത്തിൽ പാർട്ടി ഇടപെടേണ്ട കാര്യമില്ല. നമ്മുടെ മലർവാടിയിലെ പിള്ളേരിങ്ങ് എത്തിയാ മതി. രാഘവൻ നിലം തൊടൂല. അവന്റെ കോഴത്തിലെ വേവിച്ച് സൂപ്പാക്കും അവന്മാര്. നിങ്ങളാരും അവന്മാരുടെ ഒരു അക്ഷരം വേണ്ടി പോരുത്. ആരുടെ തലയിലാ കയറേണ്ടത് നോക്കി കിടക്കുന്ന ഭ്രാന്തന്മാരാ. ഈ ഭ്രാന്തന്മാരെ കുറിച്ചല്ലേ ഭാവിയിൽ വലിയ കലാകാരന്മാരാവുമെന്ന് കുമാരേട്ടൻ പറഞ്ഞുകൊണ്ട് നടന്നത്. അക്കാര്യത്തേക്ക് സംശയമൊന്നുമില്ല. അത് ശരിയാ. ആ വിചാരത്തിലാണല്ലോ അവന്മാർക്ക് തബലയും ഗിത്താറൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കട ഈ കോലത്തിലാക്കിയത്. ആ ക്ലബിലിരിക്കുന്ന മുറി നമ്മുടെ ചിട്ടിക്കമ്പനിക്കാരൻ വാസു പണ്ട് എത്ര തവണ ചോദിച്ചതാ, അന്നത് കൊടുത്തില്ല. കുട്ടികളെ കലാവാസന പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞ് ചിൽഡ്രൻസ് ക്ലബ്ബ് തുടങ്ങി. പിള്ളേര് വലുതായപ്പോ അത് ആർട്സ് ക്ലബ്ബാക്കി മാറ്റി. വല്ല കാര്യമുണ്ടോ? ഇവന്മാർ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏതാണ്ട് 1 കൊല്ലം കഴിഞ്ഞു. ഏതെങ്കിലും അടുത്ത ജോലിക്ക് പോകുന്നുണ്ടോ? ഇപ്പൊ പാട്ടും പരിപാടിയും ഇല്ലാന്ന് മാത്രമല്ല, നമ്മുടെ കലാകാരന്മാർ മുഴുവൻ പാർട്ടിയുടെ പേര് പറഞ്ഞ് അടിപിടി വേളായിട്ട് നടക്കുക. നീ മിണ്ടാണ്ടിരിക്കടാ. ചെറുപ്പക്കാരാവുമ്പോ കുറച്ച് വിപ്ലവമൊക്കെ കാണും. അത് വേണം. വിപ്ലവത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു ശങ്കര. ഇപ്പൊ വെറും അക്രമം മാത്രം. നമ്മളെപ്പോലെ കുറച്ച് വയസ്സന്മാരുടെ മനസ്സിനകത്തേ ഉള്ളൂ വിപ്ലവം. ശരീരത്തിന്റെ ഒരു ഭാഗം പോലും ബാക്കി വെച്ചിട്ടില്ല. 2 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ ഒരു മനുഷ്യന്റെ പരിപ്പെടുക്കാൻ പറ്റുമോ? പിള്ളേര് കൊള്ളാം. നിനക്ക് വിഷമം കാണുമെന്ന് എനിക്കറിയാം. ഡോക്ടർ എന്താടാ പറഞ്ഞത്? ഒടിയാതെയും ചതയാതെയും ഏതെങ്കിലും ഭാഗം എന്റെ ശരീരത്തിൽ ബാക്കിയുണ്ടോ? ഉണ്ടല്ലോ. ഏതാ? നഖവും മുടി. ആ കുമാരേട്ടൻ ഇല്ലാണ്ടായിട്ട് മുതലാളിക്ക് എന്ത് കിട്ടാനാ? എടാ, പെണ്ണും പെടക്കോഴി ഇല്ലാത്ത കുമാരൻ മരിച്ച അവന്റെ സ്വത്ത് മുഴുവൻ ആർക്കാ? അവന്റെ ഒരേ ഒരു ബന്ധുവായ എനിക്ക്. മനശ്ശേരി കവലയിൽ സ്ഥലത്തിനും കെട്ടിടത്തിനും ഒക്കെ ഇപ്പൊ എന്താ വില എന്നറിയോ? എന്താ വില മുതലാളി? നമ്മൾ പറയുന്നതാ വില. പക്ഷെ കൂടോത്രത്തിന്റെ കാര്യം പാട്ടായ സ്ഥിതിക്ക് ഇപ്പൊ കിട്ടിയതിനേക്കാളും വലുത് ഇനി വരാനിരിക്കുന്നല്ലേ ഉള്ളൂ എന്ന് ആലോചിക്കുമ്പോഴാ. വരാനിരിക്കുന്നതോ? അതേതാടാ? അല്ല, മലർവാടിയിലെ പിള്ളേരെ.